ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ JCIയുടെ കൊട്ടാരക്കര ലോക്കൽ ഓർഗനൈസേഷൻ്റെ 29ാമത് ഇൻസ്റ്റലേഷൻ സെറമണിയാണ് ഇന്ന് കൊട്ടാരക്കര ശില്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ 28 വർഷം കൊട്ടാരക്കരയിൽ നിറസാന്നിധ്യമായി JCI ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന ഈ സംഘടന വളരെ സുസ്ഥിരമായ നിലയിലുള്ള സേവനം ചെയ്തു വരികയാണ്. 2023 പ്രസിഡന്റായി JC ഷംനാദ് കല്ലുമുട്ടിലും, അതുപോലെ 2024 JC V രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമും പുതിയ ഭാരവാഹിത്വം ഏൽക്കുകയാണ്. ഈ ഭാരവാഹിത്വം ഏൽക്കുന്ന ഈ സുദിനത്തിൽ ഈ ഇൻസ്റ്റലേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവറുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുന്നത് കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ ബഹുമാന്യനായ ശ്രീ SR രമേശ് അവറുകളാണ്. ഈ പ്രോഗ്രാമിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് JCI സോൺ 22ൻ്റെ സോൺ വൈസ് പ്രസിഡന്റ് JFF ശ്യാം മോഹനാണ്. അതുപോലെ തന്നെ കീനോട്ട് സ്പീക്കറായി JCI സെനറ്റർ ദിവ്യ ഉണ്ണി അവറുകളും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലുള്ള JCIയുടെ ഏകദേശം 60ഓളം കുടുംബങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലുപരിയായി കൊട്ടാരക്കരയിലും പ്രദേശങ്ങളിലും ആതുര സേവന രംഗത്ത് വളരെ സുസ്ഥിരമായ നിലയിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സ്മിത്ത് കുമാർ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ MD സ്മിത്ത് കുമാറിനെ ഈ വേളയിൽ ഞങ്ങൾ പ്രൊഫഷണൽ എക്സലൻസി അവാർഡ് നൽകി ആദരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2024 പ്രസിഡന്റിൻ്റെയും ടീമിൻ്റെയും ഈ ഇൻസ്റ്റലേഷൻ സെറമണിയിൽ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജയ് JCI ബി ബെറ്റർ. നമസ്കാരം. 2023 ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ പ്രസിഡൻ്റായി ഒരു വർഷം എനിക്ക് തുടരാൻ കഴിഞ്ഞു. അത് JCI എന്ന ഒരു പ്രസ്ഥാനത്തോടുള്ള എല്ലാ JCI മെമ്പേഴ്സിൻ്റെയും ഒരു ഐക്യത്തോടു കൂടി ഒരു വർഷം എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇന്ന് അത് പര്യവസാനിക്കുന്ന ദിവസമാണ്. ഇന്ന് പുതിയ പ്രസിഡന്റ് JC രാധാകൃഷ്ണൻ ചാർജ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റലേഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഞങ്ങൾ ഒരു വർഷമായിട്ട് വളരെയധികം കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം തന്നെ സല്യൂട്ട് ദ സൈലൻ്റ് വർക്ക്, നിർധന രോഗികളെ സഹായിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞങ്ങൾ സ്മരിക്കുന്നു. ജയ് JC ബി ബെറ്റർ. 1996 കൊട്ടാരക്കര JCI എന്ന് പറയുന്ന ലോം ആരംഭിച്ചത്. ആ ലോമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇത് 29ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ ട്രെയിനിങ്ങുകൾ നടത്തി യുവാക്കളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനും, അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് നിർധനരായ രോഗികൾക്ക് സഹായമെത്തിച്ച് മറ്റ് രീതിയിലുള്ള പഠനോപകരണങ്ങളും മറ്റുമൊക്കെ നിർധനരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക്, കുട്ടികളുടെ വിതരണം ചെയ്തും മറ്റുമൊക്കെ ധാരാളം തരത്തിലുള്ള സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ഞങ്ങൾ ലഹരി വിരുദ്ധ ട്രെയിനിങ്ങുകൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വീണ്ടും ഒരു വർഷത്തേക്ക് പല സ്കൂളുകളിലും കോളേജിലും അതുപോലെ തന്നെ സമൂഹത്തിൽ എത്തപ്പെടേണ്ട സാഹചര്യങ്ങളിലെല്ലാം കൊട്ടാരക്കര JCI നിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് 29ാമത് ഇൻസ്റ്റലേഷൻ സെറമണി നടക്കുകയാണ്. ഞങ്ങളുടെ
2023 പ്രസിഡന്റായ ജെസ്സി ഷംനാഥ് സ്ഥാനം ഒഴിയുകയും പകരം 2024 ജെസ്സി രാധാകൃഷ്ണൻ ചുമതലയേൽക്കുകയും ചെയ്യുന്ന ചടങ്ങാണ്. ജെസ്സി കൊട്ടാരക്കര 1996 ഒക്ടോബർ 25 കൊട്ടാരക്കരയിൽ തുടങ്ങി. 1915 അമേരിക്കയിൽ തുടങ്ങിവെച്ച ആഗോള തലത്തിലുള്ള ജെസ്സി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ, ഈ സൗഹൃദ കൂട്ടായ്മയിൽ ഒരു കണ്ണിയാകാൻ കഴിഞ്ഞതിൽ നിങ്ങളെപ്പോലെ ഞാനും അഭിമാനം കൊള്ളുന്നു. തീർച്ചയായും 29ാമത് നമ്മുടെ വാർഷികം ഇൻസ്റ്റലേഷൻ സെറമണി ഇവിടെ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതിൻ്റെ ഭാരവാഹിത്വം വഹിച്ചവരുടെ നേതൃത്വത്തിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ വരുന്ന വർഷത്തിൽ 2024 പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ജെസ്സി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ടീം തീർച്ചയായും നമ്മുടെ ജെസ്സി കൊട്ടാരക്കരയ്ക്ക് അഭിമാനമാകും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വർഷങ്ങളിലെല്ലാം നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സഹായവും സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. Today, the JCs of Kottarakara is blessed with the presence of the Honorable Transport Minister of Kerala, Shri K.P. Ganesh Kumar Sir. Sir, with immense pleasure and proud, I invite you to the dais and occupy your seat as the chief guest of this function. വളരെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. ജെസ്സി പ്രസ്ഥാനത്തിൽ ഒരു പ്രസിഡന്റിന് ഒരു വർഷത്തിൽ കൂടുതൽ തുടരാൻ കഴിയില്ല. എനിക്ക് കിട്ടിയ ഒരു അവസരം, കഴിഞ്ഞ ഒരു വർഷം മനസ്സിന് വളരെ സന്തോഷവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഒരു വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കാരണം ജെസ്സിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരേ പരിഗണനയും ഒരു വർഷം പ്രസിഡന്റായിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കഴിഞ്ഞ 29ാമത്തെ ഇൻസ്റ്റലേഷനാണ് ഇപ്പം നടക്കുന്നത്. 28ാമത് പ്രസിഡന്റായിരുന്നു ഞാൻ. ഇതിൽ തുടക്കം മുതൽ ചാർട്ടർ മെമ്പർ അടക്കം നമ്മുടെ വേദിയിൽ ഇരിപ്പുണ്ട്. 28 വർഷവും ഞങ്ങളോടൊപ്പം സഹകരിച്ചു പോകുന്ന വ്യക്തികൾ ഇതിലുണ്ട്.
JCCയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നതിലുപരി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാമുഖ്യം തെളിയിച്ച വിവിധ രംഗത്ത് ബിസിനസ്സിലായാലും ശരി, ഇപ്പം ശ്യാം പത്തനാപുരത്ത് കോളേജിൽ പഠിച്ചതാണ്, ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പോൾ വിവിധ പ്രൊഫഷനുകളിൽ ഏർപ്പെടുക, ബിസിനസ് ചെയ്യുക, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ളവർ ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മ. JCC കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തിനുണ്ടാകുന്ന നന്മയ്ക്കപ്പുറം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ. ഏതൊരു മനുഷ്യനും പിരിമുറുക്കമുള്ള ജോലികളാണ് ചെയ്യുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ സ്ട്രെസ്സുണ്ട്. ആ സ്ട്രെസ് റിലീസ് ചെയ്യുന്ന വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് കുടുംബമായി ഒന്ന് കൂടുമ്പോഴാണ്. ഇത്തരം കൂട്ടായ്മകൾക്കുള്ള ഗുണം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂട്ടായി ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും, എന്നാൽ അതിന്റെ റിസൾട്ട് വലുതായിരിക്കും. ഏത് പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇന്ത്യ മുഴുവൻ അല്ലെ ലോകം മുഴുവൻ പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ അന്ന് നമ്മളും അതിൽ പങ്കാളിയായിക്കൊണ്ട് കുറെ വൃക്ഷത്തൈകളെല്ലാം നൽകി നമ്മളും പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജോലി ഒരു ദിവസം ചെയ്യും. ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ രാഷ്ട്രീയമായാലും എല്ലാ കാര്യങ്ങളിലും മാറി എന്നാൽ തലവെട്ടിക്കൊണ്ടുപോകും എന്ന് പേടിക്കുന്ന ഒരു ഭയം നമുക്ക് മാത്രമേ. ബിസിനസ്സിലായാലും രാഷ്ട്രീയത്തിലായാലും ജോലിയിൽ മാറി എന്ന ആരെങ്കിലും കടത്തി വെട്ടി കളയുന്ന ഒരു ഭയം നമുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റേത് രാജ്യത്ത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ശനിയും ഞായറും ഹോളിഡേ ആണ്. ആ ഹോളിഡേ എന്ന് പറയുന്ന ആ ആഴ്ച മുതൽ കഠിനമായ ജോലികൾ ചെയ്തു മാനസികമായും ശാരീരികമായും തളരുന്നവർ അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും റിലാക്സ് ചെയ്യുന്ന ദിവസമാണ്. നമ്മൾ ബൈബിളിൽ പറയുന്നത് സബത്ത് ദിനമാണ്. യൂതന്മാർ കൃത്യമായി അതിപ്പോഴും പാലിക്കാറുണ്ട്. ദൈവം പോലും പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു എന്നാണ് ബൈബിളിലെ തുടക്കത്തിൽ. വിശ്രമമില്ലാത്ത നമ്മുടെ മനസ്സിനെ സ്ഥിരം ചെയ്യുന്ന ജോലികളിൽ നിന്ന് ശരീരത്തെയും മനസ്സിനെയും മാറ്റിവിടാത്ത ഒരു പ്രവർത്തനത്തിനും ഒരു ഫിനിഷ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആയുർവേദ ഡോക്ടറുടെ റിപ്പോർട്ട് 14 ദിവസം ചികിത്സിച്ചാൽ അടുത്ത 10 ദിവസം റെസ്റ്റ് എടുക്കണം. 14 ദിവസം റെസ്റ്റ് എടുക്കണമെന്നാണ്, പക്ഷെ 10 ദിവസം എടുക്കണം, അതിന് ഫലമില്ല എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് ഞാൻ ഇന്ന് രാവിലെ 6:45 ഇറങ്ങിയതാണ്. ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഒരു 1 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ഗ്യാസ് പോയി. കാരണം എന്ന് വെച്ചാൽ രാവിലെ ഒരു അമ്പലത്തിലെ പ്രോഗ്രാം വേണ്ടി എണീച്ചു. അപ്പോൾ 6 മണിക്ക് എണീക്കണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ ഈ രാവിലെ വിമാനങ്ങളിൽ യാത്ര ചെയ്തില്ല. കാരണം യാത്ര രാവിലെ വെച്ചതിലേക്ക് തലേദിവസം ഉറക്കമില്ല. 3-3:30 ആകുമ്പോഴേ എണീക്കാൻ തുടങ്ങി. ഈ അലാറം വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനൊരു വിശ്വാസം പോലെ ഇനി ഇടയിൽ പറഞ്ഞ വാക്ക് തെറ്റിപ്പോലോ എന്ന് വിചാരിച്ച് ഉറങ്ങാതെ കിടന്നു. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ സ്ഥിതി മോശമായി, ഞാൻ തളർന്നു പോയി. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം മുനിസിപ്പൽ ചെയർമാനെ അദ്ദേഹം രാവിലെ ഇറങ്ങുന്ന രാത്രി വരെയും ജോലി ചെയ്യുന്നു, പിറ്റേ ദിവസം ഇത് തന്നെ ചെയ്യുന്നു, ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ പോകുന്നു, കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മൾ യന്ത്രമാവും, മനുഷ്യനാവില്ല. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒത്തുകൂടാനും ഒന്ന് ഉല്ലസിക്കാനും ടൂർ പോകാനും പിന്നെ നമ്മളെല്ലാം തമ്മിൽ സംസാരിക്കാനും അവരവരുടെ മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ ഒരു അവസരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ മനുഷ്യനായി ജീവിക്കാൻ. നെല്ലിക്കുന്നം സ്വദേശിയായ ഡോക്ടർ AR സ്മിത്ത് കുമാർ 2012 ലോബി എന്ന നിലയിൽ അരീക്കൽ ആയുർവേദ ആശുപത്രി ആരംഭിച്ചു. 2015 IPI വിപുലീകരിക്കുകയും പിന്നീട് 2020 25 ബെഡുള്ള ഹോസ്പിറ്റലായി ഉയർത്തുകയും ചെയ്തു. 2023 37 ബെഡുള്ള ശ്രീ വെണ്ടാർ ബാലേശ്വര മെമ്മോറിയൽ ബ്ലോക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ദിനംപ്രതി വെരിക്കോസ് ചികിത്സയ്ക്കായി അരീക്കൽ ആയുർവേദ ആശുപത്രിയിൽ എത്തുന്നു. ഇതിനു പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വെരിക്കോസ് ചികിത്സ തേടി ഇവിടേക്ക് എത്തുന്നു. 18 സ്റ്റാഫും 5 ജൂനിയർ ഡോക്ടർമാരും അടങ്ങുന്ന അരീക്കൽ ആയുർവേദ ആശുപത്രി ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്ന പഞ്ചകർമ്മ ചികിത്സയ്ക്കാണ്. ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ AR സ്മിത്ത് കുമാറിന് കൊട്ടാരക്കര JCയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ AR സ്മിത്ത് കുമാറിനെ ഡോക്ടർ പറയുന്നത് സാധാരണ ആയുർവേദത്തിൽ മരുന്ന് പുറത്ത് വയ്ക്കാനാണ് പറയും. എണ്ണ ഡോക്ടർ പറയുന്നത് നല്ല ഔഷധ എണ്ണ തരം കുടിക്കുന്നത് ഇത് ചെല്ലുമ്പോൾ നല്ലതാണെന്ന് ഡോക്ടറെ ആദ്യം പരിചയപ്പെടുന്ന ഡോക്ടറെ ഞാൻ പറഞ്ഞത്.
സംഘടിക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഒരു കൊല്ലക്കാലത്തേക്കുള്ള പരമായ പ്രസ്ഥാനാകരണം ഒക്കെയാണ് നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു സവിശേഷതയാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ എന്നുള്ളത്. എല്ലാത്തിനും അതീതമായി, എല്ലാ ചിന്തകൾക്കും എല്ലാ വിഭിന്നതകൾക്കും അതീതമായി നമുക്കൊരു കൂടിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഈ കൂടിച്ചേരലിന് യാതൊരുവിധമായ വ്യത്യസ്തതകളുമില്ല, ഒന്നിൻ്റെയും മതപരമ്പരകളും. അങ്ങനെ സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം കരുതലുകളുടെയും ഒക്കെ കൂട്ടായ്മയാണ്. എനിക്കൊരാശങ്ക, എത്ര നാൾ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മകൾ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് സവിശേഷമായ സമകാലീന സംഭവം സൂചിപ്പിക്കുന്നത്. നമ്മൾ പലരും കരുതുന്നത് പോലെയല്ല, ഇത്തരം കൂട്ടായ്മകൾക്ക് പോലും കുറിച്ചുവിലം കിടന്ന കാലം വിദൂരമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് നമ്മുടെ നാടിൽ നമ്മുടെ മാത്രമേ പൊതുവായി ഇടാൻ വേണ്ടി പോകുന്നതാണ്. അതിൻ്റെ കലകളികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട്. Raise to right hand. I do solemnly swear that I will faithfully execute the office of President of JCI Kottarakara and will be the best of my ability serve as a living example of this organization. മുൻവർഷങ്ങളിൽ കൊട്ടാരക്കര JCയെ നയിച്ച എൻ്റെ മുൻഗാമികൾ പകർന്നു തന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സമൂഹത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങായി നിലകൊണ്ടും ചികിത്സാ സഹായങ്ങൾ എത്തിച്ചും നിർദ്ധനരായ കുടുംബത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകളും ആരോഗ്യ മേഖലകളിലും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു വരുന്നു. 2024 പ്രസിഡന്റ് എന്ന നിലയിൽ മുൻവർഷത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജാതി മത വർഗീയ രാഷ്ട്രീയ വിവേചനമില്ലാതെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. I shall faithfully serve the purpose of Junior Chamber and shall at all times uphold its ideals and principles.